ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നോമ്പിന്റെ 40 ദിനങ്ങൾ പിന്നിടുന്ന ദിനം 40-ാം വെള്ളിയാഴ്ചയായി പ്രാധാന്യത്തോടെ ആചരിക്കുന്ന പാരമ്പര്യമാണ് കേരള സഭയിലുള്ളത്. നമ്മുടെ ഇടവകകളിൽ 40-ാം വെള്ളി പ്രാധാന്യത്തോടെ ആചരിക്കുകയും തുടർന്ന് വിശുദ്ധവാരത്തിലേക്ക് ഒരുക്കത്തോടെ പ്രവേശിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ 40-ാം വെള്ളി ആചരണം 40-ാം വെള്ളി തീർത്ഥാടനമായി നമ്മുടെ അതിരൂപതയിൽ സംഘടിപ്പിച്ചു തുടങ്ങി. മേരിഗിരി, തോമാപുരം, ചെറുപുഴ ഈ 3 ഫൊറോനകളിലെ ദൈവജനത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലേക്കാണ് ഈ 40-ാം വെള്ളി തീർത്ഥാടനം സംഘടിപ്പിച്ചത്. ഈ വർഷവും നമ്മൾ 40-ാം വെള്ളി തീർത്ഥാടനം കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ഒരുക്കത്തോടെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഈ വർഷത്തെ 40-ാം വെള്ളി 2026 മാർച്ച് മാസം 27-ാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നേ ദിനം മേരിഗിരി ഫൊറോനയിൽ നിന്ന ദൈവജനം പെരിങ്ങാല പള്ളിയിൽ എത്തിച്ചേരുകയും വൈകുന്നേരം കുരിശിന്റെ വഴി ചൊല്ലി ചെറുപുഴയിലേക്ക് തീർത്ഥാടനം തുടങ്ങുകയും ചെയ്യും. തോമാപുരം ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ വൈകുന്നേരം ചെറുപുഴ ടൗണിൽ എത്തിച്ചേരുന്ന വിധത്തിലും പുളിങ്ങോം പാലാമയുടെ ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ വൈകുന്നേരം ചെറുപുഴ എത്തിച്ചേരുന്ന വിധത്തിലും കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനകൾ ചൊല്ലിയും ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചും ചെറുപുഴയിൽ തീർത്ഥാടനം നടത്തും. പിന്നീട് നമ്മൾ ഒരുമിച്ച് ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് കുരിശിന്റെ വഴി നടത്തി പോകാനാണ് ഈ തീർത്ഥാടനത്തോട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ തീർത്ഥാടനങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു തീർത്ഥാടനമായിരുന്നു 40-ാം വെള്ളി തീർത്ഥാടനം. പ്രത്യേകിച്ച് വലിയ ആഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിനങ്ങൾ വലിയ നോമ്പിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിന് കൊടുക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മലയോരത്തിന്റെ പ്രധാനപ്പെട്ട പട്ടണമായ ചെറുപുഴയിലൂടെ നമ്മുടെ 8000-ഓളം ദൈവജനം കരങ്ങളിൽ കുരിശും വഹിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ തീർത്ഥാടനം ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു. ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് സാക്ഷികളാണെന്നും കുരിശാണ് നമ്മുടെ രക്ഷയുടെ അടയാളമെന്നും നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് വലിയ ആഴ്ചയിലേക്ക് ഒരുക്കത്തോടെ പ്രവേശിക്കാനാണ് ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് കഴിഞ്ഞത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ തീർത്ഥാടനത്തിലൂടെ ഈശോ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ് തരുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു മാത്രമല്ലല്ലോ, നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരം കൂടി ഈ തീർത്ഥാടനത്തിലൂടെ ചെയ്യാനുള്ള അവസരം നമുക്ക് സഭ നൽകുകയാണ്. ഈ വർഷവും എല്ലാവരുടെയും സ്നേഹത്തോടെ ഈ 40-ാം വെള്ളി തീർത്ഥാടനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വർഷം ചെറുപുഴ കണ്ട ഒരു വലിയ ജനസാഗരമായിരുന്നു 40-ാം വെള്ളി തീർത്ഥാടനത്തിൻ്റെ. കരകളിൽ കുരിശു പിടിച്ച് രക്ഷയുടെ അടയാളം വിശുദ്ധ കുരിശാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ മലയോര മേഖലയിലെ പ്രബലമായ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഈ ദേശത്തിന് മുഴുവൻ ഈശോയെ പ്രഘോഷിക്കുന്ന അവസരമായിരുന്നത്. എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ തീർത്ഥാടനത്തെ ക്ഷണിക്കുകയാണ്. അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവാണ് ഈ തീർത്ഥാടനത്തിൽ നേതൃത്വം നൽകുന്നത്. നമ്മുടെ അതിരൂപതയ്ക്ക് മുഴുവൻ വലിയ അനുഗ്രഹത്തിന്റെ അവസരമായിട്ട് മാറും. മലയോരത്തിന് മുഴുവൻ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനുള്ള വലിയൊരു പ്രഘോഷണമായി അറിയിപ്പായി ഈ തീർത്ഥാടനം മാറുകയാണ്. ഈ 3 ചെറുപുഴ, തോമാപുരം, മേരിഗിരി ഈ 3 ഫൊറോനകളിൽ നിന്നുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും എവിടുന്ന് സാധിക്കുന്ന ആളുകൾക്കൊക്കെ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരാവുന്നതാണ്. കരങ്ങളിൽ കുരിശെടുത്ത് പിടിച്ച് ത്യാഗത്തോടെ ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ തീർത്ഥാടനത്തിൽ പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപത പിതാവായ പാമ്പ്ളാനി പിതാവിൻ്റെ ഒപ്പം നമുക്ക് ചെറുപുഴയിലേക്ക് തീർത്ഥാടനം നടത്താം. വിശുദ്ധ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമായിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹത്തോടെ തീർത്ഥാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു.